ചേർത്ത് പിടിച്ചേ, അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് ആ പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് ഈ ഇരടികൾ പാടുമ്പോൾ നമുക്ക് ആടി പയ്യെ ഒന്ന് ചലനം ചെയ്തുകൊണ്ട് ഈ ആത്മാവിന്റെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങേണമേ, അഭിഷേകത്താൽ നിറക്കേണമേ, അഗ്നിയും നീയേ, കോടും കാറ്റും നീയേ, പെരുമഴ പോലെ പെയ്തിറങ്ങണേ, അഗ്നിയും നീയേ, കോടും കാറ്റും നീയേ, പെരുമഴ പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങേണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. സങ്കീർത്തനങ്ങൾ 46:10 പറയുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ലൂക്ക 12:12 പറയുന്നുണ്ട്, ശുദ്ധാത്മാവ് വന്ന് ശക്തി പ്രാപിക്കും നമ്മൾ. അപ്പൊ ആ അഭിഷേകത്തോട് ചേർന്നതുകൊണ്ട് ഈ സമയം ഈ ഭവനത്തിലായതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ഷോപ്പിലായതുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ, ആ അഭിഷേകം പ്രാപിക്കുവാൻ വേണ്ടി നൽകിയ ഈ സ്ഥാപനത്തെയും അതുപോലെ തന്നെ ഇതിന്റെ ഓണർമാരെയും, അതുപോലെ തന്നെ ഈ അഭിഷേകം കർത്താവെ ഞങ്ങളുടെ കൂട്ടായ്മയിലും മുഴുവനിലും കത്തിപ്പടരാൻ വേണ്ടി സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവെ, സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തുടർന്നുള്ള ഓരോ ക്ലാസുകൾ കേൾക്കുവാനും ഞങ്ങളുടെ ആത്മാവിനെയും ഞങ്ങളുടെ ബുദ്ധിയെയും ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും നിറയ്ക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ഞങ്ങൾ നിറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ സകല അനുഗ്രഹങ്ങളോട് ചേർന്നുകൊണ്ട്, പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട്, സകല സ്ത്രീകന്മാരോട് ചേർന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. All of you, Lord, hallelujah. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ആദ്യമായി ടെസ്റ്റ് മണിക്ക് വേണ്ടി ഷാജിക്കുട്ടിയെ ഇതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃതജ്ഞതാ ഗീതങ്ങളോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവാൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവാൻ, അവിടത്തേക്ക് നന്ദി പറയുവാൻ, അവിടുത്തെ നാമം വാഴ്ത്തുവാൻ. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുമെന്ന് 100-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങളിലൂടെ ഞാനും ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷാജിക്കുട്ടി. ഞാനിവിടെ ടെസ്റ്റ് മണി പറയാനിരിക്കുന്നത് എനിക്ക് ലഭിച്ച ഒരു വലിയൊരു അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയ ഒരു സംഭവത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം ഞാൻ തുടങ്ങുന്നു. ഓരോ നിമിഷവും ദൈവം നമ്മളെ നടത്തുന്നുണ്ട്. ദൈവം നടത്തിയില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. ദൈവം നടത്തുന്ന വഴിയിലൂടെ നമ്മൾ നടത്തുന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് വലിയൊരു അപകടത്തിൽ നിന്നും, അതായത് എൻ്റെ കൊച്ചുമോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അറ്റ്ലാന്റിക്ക് പോയി. അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് എല്ലാം ഭംഗിയായിട്ട് നടന്നു. കഴിഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വൈകുന്നേരമായിരുന്നു. ഫ്ലൈറ്റ് ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം ഫ്ലൈറ്റ് അന്ന് ക്യാൻസലായി. കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്കിന് വേണ്ടിയിട്ട് നോക്കിയിട്ട് വൈകുന്നേരമാണ് അതും കിട്ടിയത്. ആ ഫ്ലൈറ്റും ക്യാൻസലായി. ഡിഫറെൻറ്റ് ഫ്ലൈറ്റാണ്, രണ്ടും ക്യാൻസലായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മോള് പറഞ്ഞു, മോളുടെ വണ്ടി എടുത്തോണ്ട് പോക്കോ, ഏതായാലും മോൻ വർക്ക് ഫ്രം ഹോം ആണ്, അപ്പോൾ അവർ മാനേജ് ചെയ്തോളാം. അവരുടെ ഇത് റെൻ്റ് കാർ നോക്കിയിട്ട് അതും കിട്ടുന്നില്ല. ഇത് എന്താ പറയുന്നത്, ജൂലൈ 4th വീക്കെൻഡ് ആയിരുന്നു, അപ്പോൾ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അവളുടെ വണ്ടി എടുത്തോണ്ട് ഞങ്ങളിങ്ങ് പോന്നു. ഇപ്പോൾ രാത്രിയായി, ഹസ്ബൻഡാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ മോനും മോളും ഇങ്ങനെ പാസഞ്ചർ സീറ്റിൽ മുമ്പിലും പുറകിലുമായിട്ടിരിക്കുന്നു, ഞാൻ ഡ്രൈവർ സീറ്റിന്റെ പുറകിൽ. അപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ കിടന്നുകൊണ്ട് ഞാനിങ്ങനെ കൊന്ത ചെല്ലുക. അപ്പം ഞങ്ങളിങ്ങനെ ഹൈവേയിലേക്ക് കയറി ഇങ്ങോട്ട് I-95 എടുക്കാൻ വേണ്ടി കയറിയിട്ടേ ഉള്ളൂ.
വലിയ ഹൈവേ എടുക്കാൻ വേണ്ടി ആയിട്ടില്ല. അവിടം വരെ എത്തിയുള്ളൂ. 17 മിനിറ്റേ ആയുള്ളൂ ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാനിങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ, ഞാൻ ഒന്നാമത്തെ രഹസ്യം ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും കേൾക്കുന്ന ഒരു വലിയൊരു ഒച്ചയാണ് കേൾക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ കിടക്കുവാണ് ബാക്ക് സീറ്റിൽ, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നോക്കുമ്പോൾ 2 എയർ ബാഗ് ഇങ്ങനെ 2 സൈഡിൽ നിന്നും ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് മോൻ മുമ്പിൽ പാസഞ്ചർ സീറ്റിലാണെങ്കിലും അവനും ഇങ്ങനെ ടയേർഡ് ആയതുകൊണ്ട് ഇങ്ങനെ സീറ്റ് പുറകോട്ടിട്ടിട്ട്, ഹസ്ബൻഡായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത്, സീറ്റ് ഇങ്ങനെ പുറകോട്ടിട്ടിട്ട് അവനും ഉറങ്ങി, ഉറക്കം പിടിച്ചവൻ. മോള് പുറകിലിരിപ്പുണ്ട്. 2 പാസഞ്ചർ സീറ്റും ഇതില്ല, 2 എയർ ബാഗും ഇൻഫ്ലേറ്റ് ആയി. കാറ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒലഞ്ഞു. പക്ഷെ ദൈവകൃപയാല് ഹസ്ബൻഡിന്, ഞങ്ങൾ സെക്കൻഡ് ലാസ്റ്റ് ലൈനിലാണ് നിന്നിരുന്നത്. ഒരു ട്രെയിലർ വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ അടിച്ചങ്ങോട്ട് ഞങ്ങളുടെ ഒരു വശം തകർത്ത്, കാറിന്റെ വശം തകർത്ത് അങ്ങ് പോയി. അത് നിർത്താതെ അങ്ങ് പോയി. ഹസ്ബൻഡ് ഒരു തരത്തില് എന്തോ ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെ ഒരു സൈഡിലേക്ക് കൊണ്ട് നിർത്താൻ പറ്റി. അതുകൊണ്ട് പുറകെ വന്ന വണ്ടികളൊന്നും ഇടിച്ചില്ല, ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റിയില്ല. പക്ഷെ വണ്ടി ടോട്ടലായി. ആ വണ്ടി കണ്ടു കഴിഞ്ഞ് ആ സൈഡിലിരുന്ന ആൾക്കാരെല്ലാം പോയെന്നേ തോന്നുള്ളൂ. മോനിങ്ങനെ കിടന്നത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഒരു പീസ് ഇങ്ങനെ വന്നിങ്ങനെ നേരെ അവന്റെ മുഖത്തേക്ക് വന്നതിനായിരുന്നു. അങ്ങനെ തമ്പുരാൻ വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു പോറൽ പോലും എടുക്കാതെ മോന്റെ നെറ്റിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുപോലെ വന്നു. അത് എയർ ബാഗ് ഇങ്ങനെ ഇൻഫ്ലേറ്റ് ആയതിന്റെ, മോളുടെ കൈയുടെ ഇങ്ങനെ തമ്പിന്റെ അവിടെയും അത്രേ സംഭവിച്ചുള്ളൂ. പക്ഷെ ആ വണ്ടി ടോട്ടലായി. ആ വണ്ടി ഒന്നിനും കൊള്ളുകയല്ല. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒരു അപകടവും പറ്റിയില്ല. അതുപോലെ റോഡിൽ ഒരു ബ്ലോക്ക് ആവട്ടെ, ആരും ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് പോലും പുറകെ വന്ന ആൾക്കാർ അറിഞ്ഞും തോന്നുന്നില്ല. അതുപോലെ തമ്പുരാന് ഒരു സൈഡിലേക്ക് ഒതുക്കി ആ വണ്ടി നിർത്താനും പറ്റി. പിന്നെ പോലീസ് വന്ന് അതെല്ലാം ഇതായി. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം. അതായത് തമ്പുരാൻ ആ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന അവസരത്തില് മാതാവ് കാത്തു രക്ഷിച്ചു. കാവൽ മലാഖ ഉണ്ടായിരുന്നു. കാവൽ മലാഖമാരെല്ലാം വന്ന് ആ മകനെ കിടത്തുകയും മോനെ കിടത്തുകയും എല്ലാം ചെയ്ത്, എന്താ പറയണ്ടേ, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കൊണ്ട് ദൈവം ഞങ്ങളെ ഭയങ്കര അത്ഭുതകരമായിട്ട് രക്ഷിച്ചു. ഓരോ നിമിഷവും നമ്മൾ അത്ഭുതത്തിലൂടെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഇതൊരു പ്രത്യേകമായിട്ട് നമുക്കൊരു എടുത്തു പറയേണ്ട ഒരു അത്ഭുതമാണ്, ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനിത് സാക്ഷ്യമായിട്ട് പറയുന്നു. ഓക്കെ, താങ്ക് യു ഷാജിക്കുട്ടി. വലിയൊരു ഷിബുവിനെ ഞങ്ങൾ ഹൃദയപൂർവ്വം ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. ഷിബു. കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ആഴ്ച പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കാനായിട്ടും ചിന്തിക്കാനായിട്ടും ഒക്കെ പോകുന്ന സമയമാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുവെന്നും നമ്മൾ ഓരോരുത്തരും പാപാവസ്ഥയിലാണെന്നും 2000 വർഷം മുമ്പ് യേശുക്രിസ്തു തൻ്റെ പീഡാസഹന കുരിശുമരണ ഉദ്ധാനത്തിലൂടെ നമ്മളെ വീണ്ടെടുത്തെന്നും ആ രക്ഷ സ്വന്തമാക്കുവാൻ ഈശോമിശിഹായിൽ വിശ്വസിച്ച് നമ്മുടെ പാവങ്ങളെ ഓർത്ത് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ആ രക്ഷ സ്വന്തമാക്കണമെന്നും ആ രക്ഷ സ്വന്തമാക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതം പരിപൂർണമായും സമർപ്പിച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ജീവിതം നിരന്തരം നയിക്കണമെന്നും ദൈവസ്വരം കേട്ടുകൊണ്ട് നിരന്തരം യാത്ര ചെയ്യാൻ ഇടയാകണമെന്നും ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്, നമ്മളെ ചിന്തിക്കുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ ഈ സ്വയം സന്ധ്യയിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ചേർത്ത് വെക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥം നമുക്ക് തേടാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളും പരിശുദ്ധാത്മാവിനാൽ ദൈവപുത്രന് ജന്മം നൽകിയവളും പരിശുദ്ധാത്മാവിൻ്റെ സ്വനത്തിനനുസൃതമായി ജീവിതത്തെ മുഴുവൻ ക്രമപ്പെടുത്തിയവളുമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുന്നതിനായിട്ടുള്ള കൃപാവരത്തിനായി പ്രത്യേകമായിട്ട് ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ആത്മാവിനാൽ ജ്വലിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രത്യേകമാവിധം ഭരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച്
ഒരിക്കൽ കൂടി അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ആരാധിക്കുന്നു. യേശുവേ ഹല്ലേലൂയ. ആരാധന, പരിശുദ്ധമായ ദൈവമേ, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ പരിശുദ്ധമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവവചനം കേൾക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ അങ്ങ് തുറക്കണമേ. സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. പരിശുദ്ധമായ ദൈവമേ, അവിടുന്ന് പ്രത്യേകമാം ഇത് ഇടപെടണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ അങ്ങയുടെ സന്നിധിയിൽ യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച ആത്മാവെ, ഞങ്ങളിൽ അങ്ങ് ഞങ്ങളിലേക്ക് സജീവമാക്കണമേ. നൽകി ഞങ്ങളെ അപ്പസ്തലന്മാരെ ധീരതയുള്ളവ അപ്പസ്തലന്മാരാക്കി മാറ്റിയ പരിശുദ്ധന്മാരെ ധീരതയും ശക്തിയുള്ളവരാക്കി മാറ്റണമേ. അങ്ങേക്ക് മാത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈശോ തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുമെന്നും ആ പരിശുദ്ധാത്മാവിനെ ദാഹത്തോടെ പ്രാർത്ഥിച്ച് നാം സ്വീകരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ സാധ്യമാകുക എന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ ഇത് തന്നെയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, എന്നേക്ക് നിങ്ങളെ സഹായിക്കാൻ ഒരു സഹായകനെ നൽകും. ആ സഹായകൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ സഹായിക്കും. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും എല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ നാം പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ദൈവവചനം ഉണ്ടെങ്കിൽ വചനം എടുത്തു വെക്കുക. നമ്മളെ സ്ക്രീനിൽ വരുന്ന ദൈവവചനങ്ങൾ വായിക്കാൻ കഴിയുമെങ്കിൽ ബൈബിൾ തുറന്ന് നമുക്ക് വായിക്കാം. ആത്മാവിന് വേണ്ടിയുള്ള വലിയൊരു ദാഹത്തോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പോകുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം ദൈവം തന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് തന്നെ ഈ പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-2 നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്: ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ നമ്മൾ പഴയ നിയമ പുസ്തകത്തിലൂടെ മുഴുവൻ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രത്യേകമാം വിധം ഓരോ വ്യക്തിയിലും ഇടപെടുന്നതിനെ വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നുണ്ട്. തൻ്റെ ദൗത്യം നിർവഹിക്കാനായി അബ്രാഹത്തിലും മോശയിലും ഇസഹാക്കിലും യാക്കോബിലും പൂർവ്വപിതാക്കന്മാരിലും രാജാക്കന്മാരിലും ന്യായാധിപന്മാരിലും എല്ലാം ഇടപെടുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ചില വ്യക്തികളിൽ പ്രത്യേകമായ വിധം ദൈവത്തിന്റെ ദൗത്യം പൂർത്തിയാക്കാനായി അവിടുന്ന് ഇടപെടുന്നതിനെ കുറിച്ചാണ് പഴയ നിയമ പുസ്തകം മുഴുവൻ നമ്മൾ വായിച്ചു കടന്നു പോകുമ്പോൾ മനസ്സിലാവുക. ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ ആത്മാവ് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കാനായി ചില വ്യക്തികളിൽ പ്രത്യേകമായ വിധം ഇടപെടുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ചാണ് പഴയ നിയമം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യോഹന്നാന്റെ സുവിശേഷം 14:16 നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:16 അവിടെ നമ്മോട് പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുകയും ചെയ്യും. പിതാവിനോട് ഞാൻ അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ. ഇപ്പൊ ഷാജിക്കുട്ടി ചേച്ചി പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ അപകടകരമായ സാഹചര്യങ്ങളിലൊക്കെ ഈ പരിശുദ്ധാത്മാവായ ദൈവം ഒരു സഹായകനായി നമ്മോടൊപ്പം ഉണ്ട് എന്ന്, നമ്മുടെ ജീവിതത്തിന്റെ വേദന നിറഞ്ഞ യാത്രകളിൽ, സന്തോഷം നിറഞ്ഞ യാത്രകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലെയും പൊതിഞ്ഞു പിടിക്കുന്ന നിത്യസഹായകനായ ആ പരിശുദ്ധാത്മാവിനെ ആഴമായ ഒരു ബന്ധത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലെ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ നിങ്ങൾക്ക് ഞാൻ നൽകും. പ്രിയപ്പെട്ട ആ സഹായകനെ സഹായം അപേക്ഷിക്കുന്നതിൽ, സഹായകന്റെ സഹായം തേടുന്നതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കാം എന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 14:26 നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിച്ചു നോക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുകയാണ്. സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, പാപകരമായ ജീവിതത്തിന്റെ മേഖലകളെ കുറിച്ചെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മെ ഓർമ്മപ്പെടുത്താൻ
നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുവാൻ തക്ക വിധത്തിൽ നമ്മളെ സഹായിക്കുന്ന നിത്യസഹായകനായ പരിശുദ്ധാത്മാവ്. ആ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നത് എല്ലാം പഠിപ്പിക്കുന്ന, അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യാവിഹീനരായ, ലോകത്തിന്റെ ചിന്തകളെ മനസ്സിലാക്കാൻ കഴിയാത്ത ഓരോ മനുഷ്യരെയും പരിശീലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തെ കുറിച്ചാണ്. നമ്മുടെയും ജീവിതം മുഴുവൻ ഈ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവിക സ്വരത്തിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 22:17 നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവർ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. സഭയും വിശുദ്ധ ഗ്രന്ഥവും ദൈവവചനവും എല്ലാം പറയുകയാണ്, വരിക. ദാഹിക്കുന്നവർ, ദാഹാർത്തർ വരട്ടെ. ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഈ പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദാഹവും ശമിപ്പിക്കാൻ കഴിയുന്നത്, എല്ലാ ആഗ്രഹങ്ങളെയും ശമിപ്പിക്കാൻ കഴിയുന്നത്. അത് സൗജന്യമായ ദാനമാണ്. ക്രിസ്തുവിനെ ആഴത്തിൽ അറിയാൻ മാത്രമല്ല, വലിയ ദാഹം നമ്മളിൽ വർദ്ധമാനമാക്കുന്നത്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ, രൂപാന്തരപ്പെടുവാൻ ഓരോ മനുഷ്യന്റെ ജീവിതത്തെയും സഹായിക്കുന്ന നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ആഴമായി ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 1:4 നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നത്. ഈശോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കുവിൻ. പരിശുദ്ധാത്മാവിനായി ദാഹത്തോടെ പ്രാർത്ഥിക്കണമെന്ന് ആത്മാവ് അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അവർ ഭയവികലരായിരുന്ന, ഭീരുക്കളായിരുന്ന, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട, ചിതറിപ്പിക്കപ്പെട്ട അവർ പരിശുദ്ധ അമ്മയോടൊപ്പം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട, പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിൽ ജീവിച്ച പരിശുദ്ധ അമ്മ അവരെ ചേർത്ത് പിടിച്ച്, അപ്പം നമ്മ അപ്പോസ്തല പ്രവർത്തനം വായിക്കുന്നത് പോലെ സിഹിയോൻ ഊട്ടുശാലയിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ നിറയുന്നത്, സജീവമാക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയങ്ങളിൽ നമ്മൾ ഈ സൂം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു സിഹിയോൻ ശാലയുടെ അനുഭവത്തിലായി തീരുവാൻ നമ്മൾ അമേരിക്കയിലും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ ആ സിഹിയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആത്മാവിനെ നിറയാൻ, ആ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വലിയ സ്നേഹം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഉറപ്പിക്കുവാൻ, രക്ഷകനായ ക്രിസ്തുവിന്റെ ആഴമായ രക്ഷയുടെ അനുഭവം, വിശുദ്ധ കുരിശിലെ അവിടുത്തെ യാഗത്തിന്റെയും അവിടുത്തെ ഉദ്ധാനത്തിന്റെയും മൗക്തീകരണത്തിന്റെയും ആഴപ്പെട്ട അനുഭവത്തിലൂടെ നമ്മെ കൊണ്ടുപോകുന്നതിന്, വിശ്വാസത്തിന്റെയും മാനസാന്തരത്തിന്റെയും നിരന്തരമായ ജീവിതത്തിലൂടെ നമ്മെ തിരികെ കൊണ്ടുപോകുന്നതിന് ആത്മാവ് നമ്മെ സഹായിക്കാനായി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 2:4 വീണ്ടും നാം വായിക്കുന്നത്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആത്മാവ് നമ്മളിൽ സജീവമാക്കപ്പെടുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിൽ അവരുടെ ഭാഷകൾ നമുക്ക് മനസ്സിലാവുക, അവരുടെ സംസാരങ്ങൾ നമുക്ക് മനസ്സിലാവുക, എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് നമുക്ക് പറ്റുക, എല്ലാവരെയും മനസ്സിലാക്കാനായിട്ട് പറ്റുക, എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട് പറ്റുക ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. വ്യത്യസ്തരും വിദഗ്ധരുമായ വിവിധ അഭിപ്രായങ്ങളും ആശയങ്ങളും ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാരെല്ലാം ഒരേ ഹൃദയത്തോടെ അവർ ഒരുമിച്ചായത് ഈ ആത്മാവിന്റെ പ്രവർത്തനമാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ സജീവമാക്കപ്പെടുമ്പോഴാണ്, പ്രവർത്തന നിരതമാക്കപ്പെടുമ്പോഴാണ് എല്ലാവരുടെയും സ്വരം കേൾക്കുവാൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്കാവുക എന്നുള്ളത് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് 2 കൊരിന്തോസ് 1:22 നമ്മൾ വായിക്കുന്നത്, അവിടുന്ന് നമ്മിൽ തന്നെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുകയാണ്. മാമോദിസ എന്ന കുദാശയിലൂടെ, സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രിതമാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായ വിധം തന്നു. ആ ആത്മാവിനെ ജ്വലിപ്പിക്കുന്നതിൽ നമ്മൾ തീഷ്ണതയുള്ളവരാവാം. അതാണ് റോമർക്കെഴുതിയ ലേഖനം 8:14 വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്.
നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പൗലോസ് പറയുകയാണ്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന, വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെ അല്ല നാം സ്വീകരിച്ചിരിക്കുന്നത്, മരിച്ച പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവെയാണ്. യേശുവിനെ നയിച്ച ആത്മാവാണ്, യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയ ആത്മാവാണ്, യേശുവിനെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ സഹായിച്ച ആത്മാവാണ്, യേശുവിനെ പിതാവിന്റെ ഹിതം നിർവഹിക്കുവാൻ ശക്തനാക്കിയ ആത്മാവാണ്, യേശുവിനെ തന്റെ ദൗത്യം മുഴുവൻ പൂർത്തിയാക്കുവാൻ നിർവഹിക്കുവാൻ ഇടയാക്കിയ ആത്മാവാണ്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പുനരുത്ഥാനത്തിലേക്ക് നയിച്ച പുത്രന്റെ ആത്മാവാണ്, പിതാവിന്റെ വലതുഭാഗത്തേക്ക് അവനെ എഴുന്നള്ളിയ ആത്മാവാണ്. അതേ ആത്മാവാണ് നമ്മുടെ ജീവിതത്തിലും അവിടുന്ന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ അബാ പിതാവേ എന്ന് വിളിക്കുവാൻ, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുവാൻ നമ്മെ വീണ്ടും നയിക്കുന്ന ഈ പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവ് നമ്മളിൽ സജീവമാകുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കരങ്ങള് ദൈവപിതാവിന്റെ പക്കലേക്ക് ഉയർത്തി ഈശോയിലൂടെ നമുക്ക് നൽകപ്പെട്ട ആ പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവ് നമ്മളിൽ സജീവമാക്കപ്പെടുവാനായിട്ട്, ആ യേശുവിനെ നയിച്ച അതേ ആത്മാവ് നമ്മളിലും നിറഞ്ഞുകൊണ്ട് പിതാവിന്റെ ഹിതം നിർവഹിച്ച്, പിതാവിന്റെ ഇഷ്ടം നിർവഹിച്ച് എല്ലാ ജോലിയും പൂർത്തിയാക്കുവാനുള്ള കൃപയ്ക്കായി ആഗ്രഹിച്ച് നമുക്ക് ഒരു നിമിഷം ഒരുമിച്ച് അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നവരും ദാഹിക്കുന്നവരുമെല്ലാം ആഗ്രഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവാത്മാവ് നമ്മളെ സജീവമാക്കുവാൻ, പുത്രന്റെ ആത്മാവ് നമ്മളെ സജീവമാക്കുവാൻ, ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവല്ല, ആ ആത്മാവ് നമ്മളിൽ സജീവമാകുവാനായി നമുക്ക് തീഷ്ണതയോടെ ആഗ്രഹിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 തിമോഥെയോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1:7 നമ്മൾ ഇപ്രകാരം വായിക്കുന്ന ഇപ്രകാരമാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തില്, എന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ഈ എല്ലാവിധത്തിലുള്ള ദൈവീക ശക്തിയുടെയും ദൈവീക സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനാൽ നിറയപ്പെടാനായിട്ട് നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 8:9 നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിൽ നിന്നുള്ളവരല്ല. പ്രിയപ്പെട്ടവരെ, ജഡീക കാര്യങ്ങളിൽ മുഴുകാതെ, ജഡീക ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സും ജീവിതങ്ങളും പോകാതെ നമ്മെ സഹായിക്കുന്നത്, ഒരുവനെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ജഡീക പ്രവണതകൾക്കനുസരിച്ച്, ജഡത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച്, താല്പര്യത്തിനനുസരിച്ച്, സുഖത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ എല്ലാം നയിക്കാൻ തക്കവിധം അതിൽ നിന്ന് മാറ്റി ആത്മീയമായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാം, ജഡീകമായ ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കുറെ കൂടി നേരം കിടന്നുറങ്ങണമെന്ന്, കുറെ കൂടി ശരീരത്തിന് സുഖം കിട്ടുന്നത് ചെയ്യണമെന്ന്, മനസ്സിന് സുഖം കിട്ടുന്നത് ചെയ്യണമെന്ന്, ജഡികമായ പ്രവണതകൾക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന് എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ആ ഒരു വികാരമുണ്ട്. ആ വികാരത്തെ സാവധാനമില്ലായ്മ ചെയ്യുന്നത്, ആ വികാരത്തിനെതിരെ പോരാടാൻ നമ്മെ സഹായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവാണ് ആത്മീയ മനുഷ്യനായി ജീവിക്കുവാൻ ഒരുവനെ തയ്യാറാക്കുന്നത്. നമുക്ക് ആ ആത്മീയ മനുഷ്യന് വേണ്ടി നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 152 നമ്മൾ വായിച്ചു പോകുന്നത്, പരിശുദ്ധാത്മാവിന്റെ പങ്കാളിത്തമില്ലാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക ഒരുവനും സാധ്യമല്ല. യേശു ആരാണെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പിന്നീട് നിങ്ങൾ CCC 152 എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. അവിടെ നമ്മൾ വായിച്ച് കടന്നു പോകുന്നത് 52, 56 വായിച്ച് കടന്നു പോകുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, ക്രിസ്തുവിൽ ആഴപ്പെട്ട് ജീവിതത്തെ നവീകരിക്കുവാൻ ഒരുവന് സഹായിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ 91 നവീകരണ അനുഭവത്തിൽ വന്ന് ധ്യാനം കൂടി. ആ ധ്യാനത്തിന്റെ അനുഭവം യേശു ക്രിസ്തുവിലേക്ക് എന്നെ നയിച്ചു. എല്ലാ ദിവസവും 6 കിലോമീറ്റർ ദൂരെ 6-12 കിലോമീറ്റർ നടന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ എന്നെ പര്യാപ്തമാക്കിയത് പരിശുദ്ധാത്മാവാണ്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണമെന്ന ചിന്ത എൻ്റെ ഉള്ളിൽ ആഴത്തിൽ ഉറപ്പിച്ചത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവായ ദൈവം യേശു ക്രിസ്തുവിൽ നമ്മെ വളർത്തുവാൻ,
യേശുക്രിസ്തു എൻ്റെ ഉള്ളിൽ രൂപപ്പെടുത്തും. വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ മരം വളർത്തുന്ന പോലെയല്ലല്ലോ. മറിച്ച യേശുക്രിസ്തുവിൻ്റെ സ്വഭാവവും വ്യക്തിത്വവും ജീവിതവും ഒക്കെ ഒരുവന്റെ ജീവിതത്തിൽ ആഴത്തിൽ രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ യേശുക്രിസ്തുവിൽ രൂപപ്പെടുക സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം കൊരിന്ത്യർക്കാർക്ക് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് യേശുക്രിസ്തുവിലേക്കാണ്. ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്കും സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും ഒക്കെ മറ്റൊരു ഫ്രാൻസിസ് അസീസിയായി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ, മറ്റൊരു മദർ തെരേസയായി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ, മറ്റൊരു അൽഫോൻസാമയായി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ, വിശുദ്ധാത്മാക്കളൊക്കെ ജീവിച്ചതുപോലെ മറ്റൊരു ക്രിസ്തുവായി നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിനോടുള്ള ആഴപ്പെട്ട ഒരു ബന്ധമാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർക്ക് ലേഖനം 5 നിർവീര്യമാക്കരുത്. പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കപ്പെടുമ്പോൾ, അത് ജീവനില്ലാത്തതായി മാറ്റപ്പെടുമ്പോൾ, ആത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കാതിരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ രൂപപ്പെടാതിരിക്കുകയാണ്, ക്രിസ്തു നമ്മളിൽ വളരാതിരിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മുടെ പ്രായത്തിനനുസരിച്ച് വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ ബോധവും അറിവും ചിന്തകളും ഒക്കെ വളരുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളിൽ സജീവമാക്കപ്പെടുമ്പോൾ ഈ ക്രിസ്തുവിലേക്ക്, ദൈവത്തിങ്കിലേക്ക് നമ്മൾ വളരുകയാണ് എന്നുള്ളതാണ്. ആണ് എഫേസോസ് 4:30 നമ്മൾ വായിക്കുന്നത്, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. ഈ പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനനുസൃതമായി ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ തിരുവചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മുടെ ഹൃദയത്തിലൊക്കെ ഉള്ള ദൈവവചനമാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആഴമായ സ്നേഹം ഓരോ പ്രഭാതത്തിലും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിന്റെ ആഴത്തിൽ അനുഭവവേദ്യമാവുക. വ്യക്തിപരമായ വ്യവസ്ഥകളില്ലാതെ നാം ആയിരിക്കുന്നുവെന്ന് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിരന്തരമായി വർദ്ധമാനമാക്കുക ഈ പരിശുദ്ധാത്മാവായ ദൈവമാണ്. ഈ ആത്മാവിനോട് നിരന്തരമായ ബന്ധത്തിന്റെ ജീവിതമാകണം. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ സജീവമാകാൻ വേണ്ടി എന്താണ് വേണ്ടത്? ഒന്ന്, നിരന്തരമായ പശ്ചാത്താപത്തിന്റെ ഒരു ഹൃദയം വേണമെന്ന് അപ്പോസ്തലൻ പത്രോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 2:38. നിരന്തരമായ അനുതാപത്തിന്റെ ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്ത് മാത്രമേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരു കൊടുങ്കാറ്റായി നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവ് ഒരു അഗ്നിജ്വാലയായി നമ്മുടെ ജീവിതത്തിൽ കത്തിയെരിയണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ അനുതാപത്തിന്റെ ഒരു ഹൃദയം നമുക്കുണ്ടാവണം. ദൈവമേ, ഞാൻ പാപിയാണെന്ന്, എൻ്റെ ചിന്തകളില്, എൻ്റെ വിചാരങ്ങളില് തെറ്റുപറ്റിപ്പോയി എന്ന ഓരോ നിമിഷവും ആ അനുതാപത്തിന്റെ ഹൃദയത്തോടെ ദൈവത്തിന്റെ പക്കലേക്ക് നോക്കുന്നവനാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. അനുതാപത്തിന്റെ ഹൃദയം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിന്റെ വീഴ്ചകളില്, പോരായ്മകളില് നിരന്തരമായ അനുതാപത്തിന്റെ ഒരു ഹൃദയം നമുക്കുണ്ടാവാൻ, രൂപപ്പെടുവാൻ നമുക്ക് തീക്ഷ്ണമായി ആഗ്രഹിക്കാം. രണ്ടാമത്തെ കാര്യം, നിരന്തരമായി നാം ചോദിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളിൽ സജീവമാക്കപ്പെടാൻ ലൂക്കായുടെ സുവിശേഷം 11:13 ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നിരന്തരമായി ചോദിക്കണം, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യത്തിൽ എന്നെ സഹായിക്കണമേ, ഇന്ന കാര്യത്തിൽ എന്നോട് സംസാരിക്കണമേ, എന്നെക്കുറിച്ചുള്ള നിന്റെ ദൈവിക ഹിത പദ്ധതി എന്താണെന്ന് എന്നോട് പറയണമേ. നിരന്തരമായ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തെ പോലെ, മകളും തമ്മിലുള്ള ബന്ധത്തെ പോലെ നിരന്തരമായ ചോദിക്കലുകളുടെ, നിരന്തരമായ സംഭാഷണത്തിന്റെ, ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിരന്തരമായ ഒരു സംഭാഷണത്തിന്റെ, ഒരു വ്യക്തിബന്ധത്തിന്റെ ജീവിതത്തിലേക്ക് നാം മാറേണ്ടതുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ കാര്യം, വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം. നാം ചോദിക്കുന്ന കാര്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ വിളിച്ചപേക്ഷിക്കണം. റോമർ 10:12 നമ്മൾ വായിക്കുന്ന, യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കണം. 4, കൈവപ്പ് വഴി പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പ്രവചന പ്രകാരവും
സഭാശ്രേഷ്ഠന്മാരുടെ കയ്യൊപ്പ് വഴി നിനക്ക് നൽകപ്പെട്ട കൃപാവരത്തെ അവഗണിക്കരുത്. 1 തിമോത്തിയോസ് 4:4. 2 തിമോത്തിയോസ് 1:6 പറയുന്നുണ്ട്, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവികവരത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുകയാണ്. അപ്പം കൈവപ്പ് വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരിശുദ്ധാത്മ അഭിഷേകം നമ്മളിൽ നിറയപ്പെടുന്നതിനായിട്ട് പ്രിയപ്പെട്ടവരുടെ 4 കാര്യങ്ങളാണ്. ഒന്ന്, നിരന്തരമായ പശ്ചാത്താപത്തിന്റെ ഹൃദയം ഉണ്ടാവണം. നിരന്തരമായി ചോദിക്കണം, വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം, കൈവപ്പ് വഴി ലഭിച്ചിരിക്കുന്ന ദൈവിക വരത്തെ ഉജ്ജ്വലിപ്പിക്കണം. 5-ാമത്തെ കാര്യമാണ് നിരന്തരമായി പ്രാർത്ഥിക്കണം, ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ഈ ഒരാഴ്ച കാലഘട്ടം പരിശുദ്ധാത്മാവായ ദൈവം നൽകുന്ന പ്രേരണ അനുസരിച്ച് മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ചോ, കരങ്ങൾ മാറോട് ചേർത്ത് വെച്ചോ, വിശുദ്ധ ദൈവവചനം വായിച്ചോ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മളിൽ സജീവമാക്കപ്പെടുന്നതിന് ഈ ആത്മാവ് ക്രിസ്തുവിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയാണ്, ക്രിസ്തുവിൽ നമ്മെ രൂപപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാനായിട്ട് നമുക്കൊരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു അഗ്നിജ്വാലയായി, കുളിർ മഴയായി നമ്മുടെ ആത്മാവ് നമ്മളിൽ സജീവമാക്കപ്പെടുന്നതിന് അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിരന്തരം ദഹിച്ച് നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബജീവിതവും ഒക്കെ യേശുക്രിസ്തുവിന്റെ ഹിതത്തിനനുസൃതമായി, ദൈവത്തിന്റെ ഹിതമനുസരിച്ച്, പദ്ധതി അനുസരിച്ച് ജീവിക്കുവാനായിട്ട് വലിയ ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്വതന്ത്രമായി, കരങ്ങൾ ഉയർത്തിയോ കരങ്ങൾ മാറോടി ചേർത്തോ മുട്ടുകുത്തിയോ എങ്ങനെ വേണമെങ്കിലും നമുക്കാവാം. ഈ സമയം സ്വതന്ത്രമായി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലിന്യം മാറീണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തിക്കോസ്തനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിന്മഴ നൽകാം. മുട്ടോളമല്ല അരയോളം പോര, വലിയൊരു ജീവ നദിയൊഴുക്കാൻ. മുട്ടോളമല്ല അരയോളം പോര, വലിയൊരു ജീവ നദിയൊഴുക്കാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കുനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കുനാഥ. പെന്തിക്കോസ്തനാളിൽ മുൻമഴ പെയ്ച്ച് പരമപിതാവേ, പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചൈതന്യം നൽകീണം, നവജീവൻ വീണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകീണം, നവജീവൻ വീണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തിക്കോസ്തനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിന്മഴ നൽകാം. പെന്തിക്കോസ്തനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ, പിന്മഴ നൽകാം. താങ്ക് യു നിത്യ. പരിശുദ്ധാത്മാവും കുടുംബവും എന്നതാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന വിഷയം, ഞാൻ ഫോക്കസ് ചെയ്യുന്ന വിഷയം. അതിനു മുൻപ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വിശ്വാസ ആഴപ്പെടലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് തൃത്വത്തിലുള്ള ആഴപ്പെടലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അന്നങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞതാണ് ലീഫ്ലെറ്റിന്റെ കാര്യം. അപ്പൊ നിങ്ങളിൽ ചിലരൊക്കെ ആവശ്യപ്പെട്ടു, ഞാനത് ഷിജുവിന്റെ കയ്യിൽ കൊടുത്തിരുന്നു, നിങ്ങൾക്കത് കിട്ടിയെന്ന് വിചാരിക്കുന്നു, നിങ്ങളത് വായിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തൃത്വത്തെക്കുറിച്ചുള്ള ബിബ്ലിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ബോധ്യങ്ങൾ ലഭിക്കാനായിട്ട് അത് സഹായകമാണ്. ഒപ്പം ഞാൻ ഈശോയുടെ ദൈവത്വത്തെക്കുറിച്ചുള്ള ഒരു ലീഫ്ലെറ്റും കൂടി അയച്ചിട്ട് നിങ്ങൾക്കത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഗ്രൂപ്പിലോ മറ്റോ ഷിജുട്ടർ ഉണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ,
അപ്പോഴ് എൻ്റെ മനസ്സിൽ ഒന്നാമതായി വരുന്ന ഒരു ചോദ്യം, എന്താണ് ഒരു ഐഡിയൽ ഫാമിലി? ഒരു നല്ല കുടുംബം എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് ഒരു ഐഡിയൽ ഫാമിലി? ദൈവവിശ്വാസവും പരസ്പര ധാരണയും റെസ്പെക്റ്റും ഉള്ള ദൈവാനുഭവമുള്ള, അതായത് ദൈവത്തിന്റെ അനുഭവമുള്ള കുടുംബം. എല്ലാ കുടുംബത്തിന്റെ സെന്റർ ദൈവം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നല്ലൊരു കുടുംബത്തെ കുറിച്ച് അത് എല്ലാവർക്കും ഈ ഒരു കാര്യത്തോട് പൂർണ്ണമായിട്ട് യോജിപ്പുണ്ടാവും. സ്നേഹമുള്ള കുടുംബം, ക്ഷമ എല്ലാവർക്കും ഉള്ള കുടുംബം, ദയ എല്ലാവരിലും കാണുന്ന കുടുംബം, ആനന്ദം ഉള്ള കുടുംബം, നന്മ ഉള്ള കുടുംബം, വിശ്വസ്തത പുലർത്തുന്ന കുടുംബം, സൗമ്യത ഉള്ള കുടുംബം, ആത്മസംയമനം അംഗങ്ങളൊക്കെ പാലിക്കുന്ന കുടുംബം. നമ്മൾ പറഞ്ഞതിനെ വളരെ ചുരുക്കി നമുക്ക് ഗലാത്തിയ 5:22 പറഞ്ഞാൽ അതൊക്കെയാണ്. അപ്പൊ ഗലാത്തിയ 5:22 പറഞ്ഞാൽ, അതായത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പ്രകടമാകുന്ന കുടുംബമാണ് ഐഡിയൽ ഫാമിലി. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് ഒരു കുടുംബത്തെ ശരിക്കും കുടുംബമാക്കി മാറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവും കുടുംബവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യരുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ദുഷ്ടാത്മാവിന്റെ പ്രചോദനങ്ങളെ സ്വീകരിച്ച് ദൈവാത്മാവിനെ തങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്ത ഒരവസ്ഥ, അതിൻ്റെ പേരാണ് പാപം, ആദിപാപം. എന്നാൽ അതൊരു കുടുംബത്തിൽ സംഭവിച്ചു. ദൈവത്തിന്റെ പ്രചോദനങ്ങളെ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രചോദനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങളെ സ്വീകരിച്ച് ഒരു കുടുംബം വല്ലാത്ത വഴക്കിലേക്കും വല്ലാത്ത ഛിദ്ര അനുഭവത്തിലേക്കും പറുദീസയ്ക്ക് പുറത്തേക്കും പോയ ഒരു സംഭവമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വിവാഹത്തിന് നിശ്ചയം ചെയ്തിരുന്ന, നമ്മുടെ എൻഗേജ്മെന്റ് ഒന്നുമല്ല ഈ പറയുന്ന വിവാഹ നിശ്ചയം, അവരുടെ വിവാഹ നിശ്ചയം, അത് ലീഗലായി വിവാഹിതരായി മാറുന്ന സമയം തന്നെയാണ്. പിന്നെ അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നേ ഉള്ളൂ. ആ സെക്കൻഡ് പോർഷൻ എന്താ? അത് തുകയൊക്കെ കണ്ടെത്തി പെണ്ണിന്റെ വീട്ടുകാരപ്പന് കൊണ്ടുവന്ന് തുകയൊക്കെ കൊടുത്ത് പിന്നെ വലിയൊരു സദ്യയൊക്കെ നടത്തി ഈ പെൺകുട്ടിയെ, വധുവിനെ വരന്റെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന ആ ഒരൊറ്റ കാര്യം, അത് നടന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. പക്ഷേ ഇതിനിടയിൽ വരൻ മരിച്ചുപോയെന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിച്ചാൽ അവള് വിധവയായിട്ട് കൂട്ടപ്പെടും. ഞാൻ പറയുന്നത് ആ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥം അതൊക്കെയാണ്. അപ്പോൾ ഒരു കുടുംബമായി കഴിഞ്ഞ അവസ്ഥയാണ്. ഒരു കുടുംബമായ അവസ്ഥയിൽ ദൈവത്തിന്റെ ആത്മാവ് മറിയത്തിന്റെ മേൽ ഇറങ്ങി വരും. ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വരിക. ആ ദമ്പതികളുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ്, ശക്തി ആ കുടുംബത്തിൽ ആവസിച്ചു എന്ന് ഞാൻ പറയും. സത്യത്തിൽ വലിയ കോളിളക്കങ്ങളാണ് ആ കുടുംബത്തിനുണ്ടായത്, പ്രത്യേകിച്ച് ജോസഫിന്, നിങ്ങൾക്കറിയാം. പക്ഷെ ദൈവം എല്ലാ ക്രമീകരണങ്ങളും നടത്തി. ദൈവത്തിന്റെ ആത്മാവ് ആ കുടുംബത്തിൽ വന്നു. മറിയത്തിന്റെ ഉദരത്തിൽ വചനം മാംസമായി. അങ്ങനെ ഈശോ ആ കുടുംബത്തിൽ ജനിച്ചു. പ്രിയപ്പെട്ടവരെ, കുടുംബവും പരിശുദ്ധാത്മാവും.
ഈ മറിയത്തിൽ പരിശുദ്ധാത്മാവ് വന്നു. മറിയത്തിന്റെ ആ ഒരൊറ്റ യേസ് പറച്ചിലൂടെ ആത്മാവ് വന്നു. പിന്നെ എന്താ? പരിശുദ്ധാത്മാവ് മറിയത്തെ ഓടിക്കുകയാണ്, ഒരു കുടുംബത്തിലേക്ക് ഓടിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പരിശുദ്ധാത്മാവാകുന്ന കാറ്റിലാണ് മറിയം അവിടം വരെ എത്തിയെന്ന് തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സ്നാപകന്റെ വീട് അടുത്തായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? എത്ര കിലോമീറ്റർ ദൂരമായിരുന്നു സ്നാപക യോഹന്നാൻ ജനിച്ച വീട്? മറിയത്തിന്റെ വീട് നസ്രത്താണ്. സ്നാപക യോഹന്നാൻ ജനിച്ച വീടിന്റെ പേര്, ആ സ്ഥലത്തിന്റെ പേര് ഐൻകെവർ. നസ്രത്തും ഐൻകെവരും തമ്മിൽ എത്ര ദൂരം ഉണ്ടായിരുന്നു? നിങ്ങളുടെ ധാരണ എന്താ? 40 കിലോമീറ്റർ മീതെ. 40 കിലോമീറ്റർ. അത് കേട്ടപ്പോ തന്നെ നമ്മൾ ഞെട്ടി. 40 കിലോമീറ്റർ അല്ല, 163 കിലോമീറ്റർ ഉണ്ടായി. എങ്ങനെ 63 കിലോമീറ്റർ? തമ്പുരാൻ കർത്താവ്, ഇതെങ്ങനെ അവിടെ എത്തി? പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൽ നിന്ന് ആത്മാവ് മറ്റൊരു കുടുംബത്തിലേക്ക് മറിയത്തെ ഓടിച്ചു കൊണ്ടുപോവുകയാണ്. നിങ്ങൾ അത് വലിയ അത്ഭുതമാണെന്നൊന്നും വിചാരിക്കണ്ട. അതായത് മറിയത്തെ പറത്തി കൊണ്ടുപോയെന്നൊന്നും വിചാരിക്കണ്ട. ഒരുപക്ഷെ ഏതെങ്കിലും കാരവനിൽ കയറി അവരൊരു യാത്രാ സംഘത്തോടി, കാരണം ഒരു ചെറുപ്പക്കാരിയാണ്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഒരു കാരവന്റെ കൂടെ, ഈ യാത്രാ സംഘത്തിന്റെ കൂടെ എത്ര നാൾ എടുത്തിട്ടുണ്ടാവും മറിയം. പക്ഷെ ആത്മാവ് അവളെ പ്രചോദിപ്പിച്ചിരിക്കുക. ആത്മാവ് അവളെ തീക്ഷ്ണതയിൽ നിറച്ചിരിക്കുക. അവളെ ഹൃദയത്തിൽ, അവളുടെ ദൈവത്തിന്റെ ആത്മാവ് അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞ് അങ്ങോട്ട് ആകർഷിക്കുക. എത്ര ദിവസം ഉണ്ടെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ ആത്മാവ് ഒരു കുടുംബത്തിലേക്ക് മറിയത്തെ വളരെ കാര്യമായി കൊണ്ടുപോവുക. അവിടെ ചെന്നു ഒരൊറ്റ അഭിവാദം, ശലോം എന്നായിരിക്കാം. ശലോം ലഖലിഷേവ, എലിസബത്തെ നിനക്ക് സമാധാനം. ഒറ്റ അഭിവാദനം. എന്താ സംഭവിച്ചേ? സക്കറിയായുടെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പറഞ്ഞേ. എവിടെ? ഈശോ സന്ദർശിച്ചു. പരിശുദ്ധാത്മാവ് എലീശാമ്മയെ മറിയം സന്ദർശിക്കുന്നു. എലീശാമ്മയെ മറിയം ഗ്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം സംഭവിച്ചത് എന്താണ്? എലീശാമ്മയുടെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. ഈ കുതിച്ചു ചാട്ടത്തിന്റെ അർത്ഥം എന്താ? എലീശാമ്മയുടെ ഉദരത്തിൽ കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അങ്ങനെ പ്രവചനം ഉണ്ടോ? ആ ശിശു പരിശുദ്ധാത്മാവിൽ നിറയുന്ന പ്രവചനം ഉണ്ടോ? എടുത്തേ. ഉണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം. ലൂക്ക 1:15 ഗബ്രിയേൽ മാലാഖ സഖറിയായെ സന്ദർശിച്ച് സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞ വേളയിൽ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്, അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ പൂരിതനാകും. ആ പ്രവചനമാണ്, മാലാഖയുടെ ആ പ്രവചനമാണ് മറിയത്തിന്റെ ഒരു സാന്നിധ്യം കൊണ്ട് അവിടെ സാക്ഷാത്കൃതം ആയത്. അപ്പോ ഒരു കുടുംബത്തിൽ പിറന്നുകൊണ്ടിരിക്കുന്ന, അഥവാ അമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെ ഉരുവായിക്കൊണ്ടിരിക്കുന്ന, അപ്പൊ ആ സ്നാപകന് എത്ര വയസ്സുണ്ട്? അമ്മയുടെ ഉദരത്തില് എത്ര മാസം പ്രായമുണ്ട്? 6 മാസം ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ ഒരുപക്ഷെ യാത്രയൊക്കെ ചെയ്തു വന്നപ്പോ 1-2 ആഴ്ച പിന്നെ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഏതാണ്ട് ഒരു 6.5 മാസം പ്രായമുള്ള സ്നാപകൻ കുതിച്ചു ചാടി ആത്മാവ് നിറഞ്ഞപ്പോൾ. കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ആത്മാവ് കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് കുതിച്ചു ചാടാൻ പ്രേരിപ്പിക്കുന്ന ആത്മാവാണ്. കുഞ്ഞുങ്ങളെ ആത്മാവിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി ജീവിതം പ്രസരിപ്പാക്കുന്ന ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് കുഞ്ഞുങ്ങളെ, നമ്മുടെ ഓരോ കുഞ്ഞിനെയും, അത് അമ്മയുടെ ഉദരത്തിൽ ഇപ്പോൾ ഉള്ള കുഞ്ഞാവട്ടെ, പുറത്ത് ഇപ്പോൾ ഓടി നടക്കുന്ന കുഞ്ഞാവട്ടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിത്യയുടെ കുഞ്ഞ് എല്ലാ ദിവസവും പാട്ടൊക്കെ പാടുമ്പോൾ വേഗം അമ്മയുടെ അടുത്ത് വരും, അല്ലേ?
കുറച്ചു നേരം അവിടെയൊക്കെ അമ്മയുടെ തോളിലൊക്കെ കിടക്കും, പിന്നെ ഒന്ന് തിരിഞ്ഞ് രണ്ട് ഡയലോഗൊക്കെ അടിക്കും, എന്നിട്ട് തിരികെ പോകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് കുഞ്ഞുങ്ങളെ കുതിച്ചു ചാടിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ സമയത്ത് അവിടെ ഇങ്ങനെയുള്ള സമയത്ത് ഉണ്ടാവട്ടെ, വരട്ടെ. അവർ വർത്തമാനം പറഞ്ഞാലും ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. അവർ ആ പരിസരത്തൊക്കെ ഉണ്ടാവട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേലും വന്ന് നിറയട്ടെ. അവർ കുതിച്ചു ചാടട്ടെ. ഇപ്പോൾ ഈ അവരുടെ ശൈശവ അല്ലെങ്കിൽ ബാല്യതലത്തിലുള്ള വർത്തമാനമോ കാര്യം ഇതൊന്നും നമുക്കൊരു ശല്യമായിട്ടൊന്നും തോന്നേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ നിറയുന്ന അനുഭവം ഇങ്ങനെയുള്ള നമ്മുടെ ഒത്തുകൂടലിൽ തന്നെ അവർക്കുണ്ടാകണം. അപ്പോൾ എലിസാമ്മയെ ശലോം എന്ന് പറഞ്ഞപ്പോൾ തന്നെ, അഭിവാദനം ചെയ്തപ്പോൾ തന്നെ കുഞ്ഞു കുതിച്ചുചാടി. കുഞ്ഞു മാത്രമാണോ ആത്മാവിനാൽ നിറഞ്ഞത്? ആണോ? അല്ല. ഏലിശാമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്നാണ് കൃത്യം അവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതായി കാണുന്നത്. ഏലിശാമ്മയും കുഞ്ഞും തള്ളയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. കുഞ്ഞും തള്ളയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എന്തൊരു രസം! പരിശുദ്ധാത്മാവിന് ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത. കുടുംബത്തിൽ ഇങ്ങനെ നിറയണമെന്നും അവിടെ ഉള്ളവരൊക്കെ കുതിച്ചു ചാടിക്കണമെന്നും അവരെയൊക്കെ ആത്മാവിനാൽ നിറക്കണമെന്നും പരിശുദ്ധാത്മാവിന് ഭയങ്കര താല്പര്യമാണ്. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തില് പത്രോസ് ചെന്ന് പത്രോസിനെ ആരാ കൊണ്ടുവരുന്നത്? അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തില് 19-ാം വാക്യം നോക്കി. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു. പണി മുഴുവൻ ആത്മാവിന്റെ പണിയാണ്. ആത്മാവ് അവനോട് പറഞ്ഞു. കുടുംബത്തിന് വേണ്ടി പത്രോസിനെ നിർബന്ധിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആത്മാവ് എത്ര രസമാണെന്ന് നോക്കിയേ, എത്ര സുന്ദരമാണ് നോക്കിയേ. കുടുംബങ്ങളെ ആത്മാവ് എത്രമാത്രം സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവ് കുടുംബങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു. പത്രോസ് ദർശനക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആത്മാവ് എന്നോട് പറഞ്ഞു, ഇതാ 3 പേർ അന്വേഷിക്കുന്നു, എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുക, ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക. സംഗതി ശരിയാ, വിജാതീയരൊക്കെയാ, ദൂരമൊക്കെയാ, പക്ഷെ ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറയാണ്, എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. എന്റെ പരിശുദ്ധാത്മാവേ, എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ചില ദൂതന്മാരൊക്കെ അയച്ചിരിക്കുന്നു പത്രോസിന്റെ അടുത്തേക്ക്. എല്ലാം പരിശുദ്ധാത്മാവ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ഒരു കുടുംബത്തിന് വേണ്ടി എങ്ങനെയെല്ലാം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു എന്ന് ശരിക്കും മനസ്സിലാക്കുക. അതേ ആത്മാവ് എന്റെ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം അറേഞ്ച് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഈ ശൂബ് നിന്റെ കുടുംബത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് അറേഞ്ച് ചെയ്തതല്ലേ. അന്ന് പത്രോസിനെ കൊർന്നേലിയസിന്റെ വീട്ടിൽ എത്തിക്കാൻ വേണ്ടി കുറെ ആളുകളൊക്കെ വിട്ട്, അതിനു മുൻപ് പത്രോസിന് ചില ദർശനങ്ങളൊക്കെ കൊടുത്ത് പത്രോസിനെ ഒരുക്കി ആ വീട്ടിലേക്ക് പിടിച്ചു കൊണ്ടുപോയ പരിശുദ്ധാത്മാവ് എല്ലാ ആഴ്ചയിലും വളരെ ചുരുങ്ങിയ സമയമാണ്. പരിശുദ്ധാത്മാവ് ഈ ഓൺലൈൻ തന്നെ അറേഞ്ച് ചെയ്യാനായിട്ട് ഈ ബുദ്ധിയും ബോധമുള്ളവർക്ക് വേണ്ടിയാന്നേ. ശാസ്ത്രജ്ഞന്മാർക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്കും ഒക്കെ ഈ ബോധമൊക്കെ കൊടുത്തത് പരിശുദ്ധാത്മാവിന് നിന്റെ വീട്ടിലെത്താൻ പറ്റും. സ്തുതിയായിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവിന് സ്തുതിയായിക്കട്ടെ. പരിശുദ്ധാത്മാവിന് നമ്മോട് കൂടെ ആയിരിക്കാൻ, നമ്മുടെ കുടുംബത്തിലായിരിക്കാൻ എന്തൊരു കൊതിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലായിരിക്കാൻ എന്തൊരു കൊതിയാണ്. ഞാൻ നിങ്ങളെ ബൈബിളിലെ പൗലോസ്ലീഹായുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനിവിടെ സമയം നോക്കുന്നുണ്ട്.
ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങളെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. പലപ്പോഴും ധ്യാനങ്ങളിൽ നമ്മൾ ഒരു വശം മാത്രമേ കാണാറുള്ളൂ. അതായത് ലൂക്കൻ കാഴ്ചപ്പാടാണ് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ ബൈബിളിൽ പരിശുദ്ധാത്മാവിനോടനുബന്ധിച്ച് അറ്റ്ലീസ്റ്റ് 3 തരത്തിലുള്ള ഒരു സ്ട്രാൻഡ്സ് എങ്കിലും കാണാൻ കഴിയും. ഒന്ന്, ഒരു ജോഹന്നാൻ സ്ട്രാൻഡ് നമുക്ക് കാണാൻ കഴിയും, ഒരു ലൂക്കൻ സ്ട്രാൻഡ് കാണാൻ കഴിയും, ഒരു പൗലൈൻ സ്ട്രാൻഡും കാണാൻ കഴിയും. അപ്പം ഞാൻ ആ പൗലൈൻ സ്ട്രാൻഡ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ. ശരി. അച്ചാരം എന്നൊരു വാക്കുണ്ട്. നിങ്ങളൊന്ന് 2 കൊറിന്തോസ് 1:22 വായിക്കാമോ? 2 കൊറിന്തോസ് 1:22. അവിടുന്ന് നമ്മിൽ തന്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. ആത്മാവിനെ അച്ചാരമായി പകർന്നിരിക്കുന്നു. അച്ചാരം, അറബോൺ എന്നതാണ് ഗ്രീക്ക് വാക്ക്. അറബോൺ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അതാണ്. അറബോണായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ മുദ്ര പതിച്ചിരിക്കും, നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നിരിക്കും. പരിശുദ്ധാത്മാവ് അച്ചാരമാണത്. 2 കൊറിന്തോസ് 5:5 വായിച്ചോളൂ. 5:5. ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. എഫെസൂസ് 1:14 വായിച്ചോളൂ. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. കണ്ടോ, 3 സ്ഥലങ്ങളിൽ പൗലോസ്ലീഹ അച്ചാരം, അറബോൺ എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ. അപ്പൊ നമ്മൾ അന്വേഷിക്കട്ടെ, എന്താണ് ഈ അച്ചാരം? അച്ചാരം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അച്ചാരം എന്താ അതിന്റെ അർത്ഥം? നമ്മൾ അച്ചാരം ഒരു വ്യവസ്ഥ, അഡ്വാൻസ് അല്ലേ? അഡ്വാൻസ്. അതായത് നമ്മൾ മലയാളികൾ പലപ്പോഴും പറയുന്ന ഒരു വാക്ക് ടോക്കൺ എന്നുള്ളതാണ്. ടോക്കൺ, അതായത് നിങ്ങൾ ഒരു വീട് അന്വേഷിക്കുന്നു, നിങ്ങൾക്കൊരു വീട് വേണം. അപ്പൊ നിങ്ങൾ അന്വേഷിച്ച് നടന്നിട്ട് ഒരു വീട് കണ്ടെത്തുന്നു, നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു സുന്ദരമായ വീട്. നിങ്ങൾ അവിടെ ചെല്ലുന്നു, നിങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടണം, വേറെ ആർക്കും പോകരുത്. നേരെ വീട്ടുകാരനോട് ചോദിക്കുന്നത്, എനിക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ട്, എന്താണ് ഇതിന്റെ വില? അപ്പോൾ വീട്ടുകാരൻ അതിന്റെ വില പറയുന്നു. നിങ്ങൾക്ക് അത് സന്തോഷമാണ്, തൃപ്തികരമാണ്, അത് നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട് അന്വേഷിച്ചത് നിങ്ങൾ കണ്ടെത്തി, അത് വയബിൾ ആണെന്നും നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ വേറെ ആരും കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? അഡ്വാൻസ് കൊടുക്കും. നിങ്ങൾ ടോക്കൺ കൊടുക്കും. ടോക്കൺ കൊടുക്കും. എന്താണ് ഈ ടോക്കൺ? ഒത്തിരി കാശ് കൊടുക്കുമോ? ഇല്ല, ചെറിയൊരു തുക. ചെറിയ തുക. പക്ഷെ ആ ചെറിയ തുകയിലൂടെ നിങ്ങൾ പറയുന്നത്, ടോക്കൺ പിടിച്ചോളൂ കേട്ടോ, ബാക്കിയെല്ലാം പുറകെ വരും. ഇത് വേറെ ആർക്കും പോകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ടോക്കൺ കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ എഴുതി വച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമുക്ക് പിതാവായ ദൈവം തന്നിരിക്കുന്ന ടോക്കണാണെന്ന്. ഭയങ്കരമാണല്ലോ. എന്തിനു വേണ്ടിയാണാവോ? നമ്മളെ പിതാവിന് വേണം. എങ്ങനെ നമ്മളെ പിതാവിന് വേണം. എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എന്തൊക്കെ മാറ്റം വരുന്നുണ്ട്. കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണോ നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോഴ് പ്രിയപ്പെട്ടവരെ, ഞാൻ അറബോൺ എഴുതാൻ പോകായിരുന്നു. ഞാൻ വിചാരിച്ചു ആരോ എനിക്കത് ഇട്ട് തന്നാണ് എഴുതാനുള്ളത്, അതുകൊണ്ടാണ് ഉടനെ അത് ശ്രമിച്ചത്. ഓൾറൈറ്റ്, അതെന്തോ ആവട്ടെ. ടോക്കൺ എന്ന് വെച്ചാൽ
പരിശുദ്ധാത്മാവിനെ നമുക്ക് ടോക്കണായി തന്നുകൊണ്ട് പിതാവായ ദൈവം പറയുകയാണ്, മോനെ മോളെ എനിക്ക് നിന്നെ വേണം. അതിന് പരിശുദ്ധാത്മാവിനെ പിടിച്ചോ, പരിശുദ്ധാത്മാവിനെ ടോക്കണായിട്ട് പിടിച്ചോ. നീ വേറെ ആർക്കും പോകരുത്, നീ എന്റേതാണ്, നിന്നെ കൂടാതെ എനിക്ക് പറ്റില്ല. Praise the Lord. Praise the Lord. Oh my God. പരിശുദ്ധാത്മാവ് അച്ചാരമാണ്, അറബോണാണ്. പിതാവായ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് തന്നിരിക്കുന്ന, നിക്ഷേപിച്ചിരിക്കുന്ന ടോക്കണാണ് പരിശുദ്ധാത്മാവ്. നീ എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 23-ാം വാക്യം നോക്കുക. അവിടെ രണ്ടാമത്തെ പദം കാണാൻ കഴിയും. റോമ 8:23. സൃഷ്ടി മാത്രമല്ല, ആത്മാവിന്റെ സാധ്യഫലം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. എങ്ങനെ ആത്മാവാകുന്ന ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമം അങ്ങനെയാണല്ലോ. ആത്മാവിനെ അവിടെ എന്തായിട്ടാ പറഞ്ഞിരിക്കുന്നത്? ആദ്യഫലം. ആദ്യഫലം, ഗ്രീക്കിൽ അപാർഥേ, അപാർഥേ, ആദ്യഫലം. ആദ്യഫലം എന്ന് വെച്ചാൽ എന്താണാവും? അതായത് നമ്മളൊരു മാവ് നട്ടു, ആ മാവിൽ ആദ്യത്തെ മാങ്ങാക്കൊല ഉണ്ടായി. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ മാങ്ങ എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയി പള്ളി കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം. ഇതാണ് ആദ്യഫലം. ഇത് പഴയ നിയമത്തിൽ കാണാവുന്നതാണ്. ആദ്യഫലം കർത്താവിനുള്ളതാണെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യഫലം കർത്താവിനുള്ളത്, അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ സത്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്? ആദ്യഫലം കൊടുക്കുന്നതിലൂടെ എന്തോ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ദൈവം തന്നതിൽ നിന്ന് നമ്മൾ ഒരു ഭാഗം ദൈവത്തിൻ്റെതായിട്ട് കൊടുക്കുന്നത്. നന്ദി പ്രകാശം. ദൈവമേ, ഇത് മുഴുവൻ അങ്ങയുടേതാണ്. ഈ മാവും ഈ മാവിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന സകല മാങ്ങകളും എല്ലാം അങ്ങയുടേത് തന്നെ. അങ്ങയുടേതല്ലാത്ത ഒന്നും എൻ്റെ പക്കലില്ല. അങ്ങയ്ക്ക് ഇത് മുഴുവനും കൂടി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ തൽക്കാലം ഇതിന്റെ ആദ്യഫലം തന്നുകൊണ്ട് ഞാൻ ഇത് മുഴുവൻ അങ്ങയുടേതാണ് എന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതാണ് ആദ്യഫലം. ശരിയാണല്ലോ? അപ്പോൾ സാധാരണഗതിയിൽ ആദ്യഫലം എന്ന് വെച്ചാൽ ആർക്ക് കൊടുക്കുന്നു? മൂത്ത മകന് കൊടുക്കുന്നു. ആദ്യഫലം എന്ന് പറഞ്ഞാൽ മൂത്ത മകന് കൊടുക്കുന്നു, അങ്ങനെയാണോ? ആർക്ക് കൊടുക്കുന്നു? മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുന്നു. ദൈവത്തിന് കൊടുക്കുന്നു. വളരെ ശരിയാണ്. അപ്പൊ മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുന്നു. അതാണ് ആദ്യഫലം കൊടുക്കുന്ന ഏർപ്പാട്. എന്നാൽ 8:23 ആർക്ക് ആദ്യഫലം നൽകുന്നു? ആർക്ക് എന്ത് ആദ്യഫലമായി നൽകുന്നു? പറഞ്ഞേ. ആത്മാവിന്റെ ഫലം നമുക്ക് നൽകിയിരിക്കുന്നത് ആര്? ദൈവം. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ ആദ്യഫലമായിട്ട് തരികയാണ്. മോനെ മോളെ, എനിക്കുള്ളത് മുഴുവൻ നിന്റേതാണ് കേട്ടോ, എനിക്കുള്ളത് മുഴുവൻ നിന്റേതാണ് കേട്ടോ. പക്ഷെ അതിന്റെ ആദ്യഫലമായിട്ട് ദാ പിടിച്ചോ. എന്താ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ ആദ്യഫലമായി ദൈവം നമുക്ക് തരുന്നു. അതിന്റെ അർത്ഥം ദൈവത്തിനുള്ളത് മുഴുവൻ നമ്മുടേതാണ്. അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു സാമ്പിളാണ് ഈ ആദ്യഫലം. മോനെ മോളെ, നിനക്ക് ഞാനിതാ പരിശുദ്ധാത്മാവിനെ തരുന്നു, സ്വർഗം മുഴുവൻ നിന്റേതാണ്. അതൊക്കെ സാവധാനം വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ്, ഓരോ വ്യക്തിയിലും വസിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ അച്ചാരമാണ്, ദൈവത്തിൻ്റെ ആദ്യ ഫലമാണ്. അവിടുന്ന് നമുക്ക് ഈ ടോക്കൺ തന്നിരിക്കുന്നു, അവിടുന്ന് നമുക്ക് ഈ ആദ്യ ഫലം സമർപ്പിച്ചിരിക്കുന്നു. സമർപ്പിക്കാന്നൊക്കെ പറഞ്ഞ വലിയ വാക്കാ, വലിയ ആളുകൾക്ക് കൊടുക്കുന്ന ഏർപ്പാടാ. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ തന്റെ ആദ്യ ഫലമായി സമർപ്പിച്ചിരിക്കുന്നു.
എല്ലാം എല്ലാം ഒറ്റ കാര്യം കൊണ്ട്, എനിക്ക് നിന്നെ വേണം. ഞാൻ മുഴുവൻ നിന്റേതാണ്. നിന്റെ കുടുംബം എനിക്ക് വേണം. ഞാൻ മുഴുവൻ നിന്റെ കുടുംബത്തിൻ്റെതാണ്. നിനക്കും നിനക്കുള്ളവർക്കും പൂർണ്ണമായും സ്വർഗം ഇതാ ഞാൻ ഉറപ്പ് തരുന്നു. അതിനുള്ള അച്ചാരമായി, അതിനുള്ള ഒരു ആദ്യഫലമായി പരിശുദ്ധാത്മാവിനെ നിന്നിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് ഞാനിതാ തരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വീട്ടുകാരൻ ആ ടോക്കൺ വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു വിഷമമായിരിക്കും. ആ ആദ്യ ഫലം നിരസിക്കപ്പെട്ടെങ്കിൽ എന്തൊരു വിഷമമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം നമുക്ക് തരുന്ന അച്ചാരമാണ്. ദൈവം നമുക്ക് സമർപ്പിക്കുന്ന ആദ്യ ഫലമാണ്. സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച് സകലത്തിൻ്റെയും അവകാശികളായി നമുക്ക് മാറാം. കുടുംബം ഒന്നിച്ച് അങ്ങനെയാവാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ക്ഷമിക്കണമേ. പരിശുദ്ധ അമ്മേ, ഏലീശാമ്മയെ അഭിവാദനം ചെയ്ത അമ്മേ, ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും അഭിവാദനം ചെയ്യണം. പരിശുദ്ധാത്മ അഭിഷേകത്തിനായി അമ്മയുടെ മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ അമ്മ പൊതിഞ്ഞ് പിടിക്കണം. ആത്മാവിൽ നിന്ന് വീണ്ടും ജനിക്കാൻ ഞങ്ങൾക്ക് അമ്മയുടെ മാതൃത്വവും മാധ്യസ്ഥ്യവും തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ കേട്ടത് ശുഭു ഓർമ്മപ്പെടുത്തിയതാണ്. അച്ഛൻ നമ്മുടെ കുടുംബ ജീവിതത്തോട് ബന്ധപ്പെടുത്തി നമ്മുടെ കുടുംബത്തെ മുഴുവൻ നയിക്കുന്ന ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി. അച്ചാരമായി ആദ്യഫലമായി ഒക്കെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് നാം കേട്ടു. നമ്മൾ വിശുദ്ധ വേദനത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഇത് തന്നെ മുഴുവൻ നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ മുതൽ രൂപരഹിതവും ശൂന്യവുമായിരുന്ന വെള്ളത്തിന് മുകളിൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. ആത്മാവിന്റെ ആദ്യ സൂചന നമ്മൾ അവിടെ ഉൽപ്പത്തിയിൽ കാണുന്നു. വെളിപാട് പുസ്തകത്തിൽ എത്തുമ്പോൾ മുട്ടോളമല്ല, അരയോളമല്ല, നീന്തി കടക്കാൻ കഴിയാത്ത വിധം വലിയൊരു ജീവനദി, ആത്മാവിന്റെ വലിയൊരു ഒഴുക്കിനെ കുറിച്ച് നമ്മളത് വായിക്കുകയാണ്. ആത്മാവിൽ മുങ്ങി ഒഴിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചാണ്. അപ്പൊ വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം പരിശുദ്ധാത്മാവ് വ്യക്തികളുടെ മേൽ കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. കുടുംബങ്ങളുടെ മേൽ കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആദ്യ മാതാപിതാക്കളുടെ അവരെ പരിശുദ്ധാത്മാവിനാൽ അവരെ ഊതി നിശ്വസിച്ച് അവർക്ക് ജീവൻ നൽകിയ ദൈവത്തിന്റെ ചൈതന്യം പുതിയ നിയമത്തിൽ എത്തുമ്പോൾ മാതാവ് യൗസേപ്പിതാവ് മാതാവിന്റെ ഉദരത്തിൽ ആ കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ദൈവപുത്രൻ ജന്മമെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലും ക്രിസ്തു വളരണമെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ ക്രിസ്തു വളരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സഹായവും സാന്നിധ്യവും ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പൊ നമുക്ക് വലിയ സഹായകനാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. ഈ ആത്മാവ് നമ്മളെയൊക്കെ ഇങ്ങനെ കൈപിടിച്ച് ആദിമ സഭയെ നയിച്ചതുപോലെ ഇന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയൊക്കെ നയിക്കുന്ന അതിമനോഹരമായ അനുഭവങ്ങളുടെ ടെസ്റ്റിമണിയൊക്കെ പറഞ്ഞപ്പോഴും അപകടങ്ങളിൽ മാത്രമല്ല
എപ്പോഴും അച്ഛൻ പറഞ്ഞ 160 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ അമ്മയ്ക്ക് ആ ഒരു ഗർഭസ്ഥാവസ്ഥയുടെ ആരംഭകാലത്തിൽ യാത്ര ചെയ്യാൻ സഹായിച്ച ആത്മാവ് തിരിച്ച് എന്തായാലും അത്രയും കിലോമീറ്റർ തിരിച്ചും അമ്മ 3 മാസത്തെ ശുശ്രൂഷയ്ക്ക് ശേഷവും തിരിച്ചു നടന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ആത്മാവിൽ ഇങ്ങനെ നയിക്കുകയാണ്. ആത്മാവ് നമ്മളിലുണ്ടോയെന്ന് അറിയാൻ എപ്പോഴെങ്കിലും എൻ്റെ മനസ്സിലൊരു ചിന്ത, അടുക്കളയിലെ അമ്മയുടെ ഉള്ളിൽ വളരുന്ന ആത്മാവിന്റെ സാന്നിധ്യമാണ് അടുക്കളയുടെ അടുക്കും. ഓരോരുത്തരെയും ക്രമമുള്ളതും അടുക്കും ചിട്ടയും വൃത്തിയും വെടുപ്പുമുള്ളതും ഒക്കെ ആക്കി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്, പരിവർത്തന വിധേയമാക്കുന്നത് ഈ ആത്മാവാണ്. അപ്പോൾ പ്രത്യേകമായ ആത്മാവിന് വേണ്ടി അയച്ച പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നും നമ്മൾ ഈ ആത്മാവിൽ നിറയാനായിട്ട് പ്രാർത്ഥിക്കണം. ആദിമസഭയെ എന്ന പോലെ പൗലോസിനെയും പത്രോസിനെയും വിശുദ്ധരായ സ്ലീഹന്മാരെയും നയിച്ചതുപോലെ നമ്മളെ നയിക്കാൻ, അവരുടെ കുടുംബങ്ങളെ കർത്താവിന്റെ ആത്മാവ് നയിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളെ നയിക്കാൻ നമ്മൾ പ്രത്യേകമായ ആത്മാവിന്റെ സ്വരം കേട്ട് ആത്മാവിന്റെ ഹിതമറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ പ്രത്യേകമായി പരിശീലിപ്പിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു സമയം. അച്ഛൻ ജോഷി സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നൊരു അവസരമാണ്, അല്ലെങ്കിൽ അതിന് തന്നൊരു കൃപയാണ് ഈ ഓൺലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം അമേരിക്കയിലൊക്കെ എല്ലായിടത്തും പറയാം, നമുക്കൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി നമുക്കിങ്ങനെ റൂട്ട് മാപ്പ് നോക്കി പോകാം. പക്ഷെ ആ റൂട്ട് മാപ്പ് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റ് കണക്ഷൻ വേണം. നെറ്റ് ഇല്ലാതെ പോയാൽ നമുക്ക് റൂട്ട് മാപ്പ് കിട്ടില്ല. സ്വർഗത്തിലേക്കുള്ള യാത്രയിലെ ആ റൂട്ട് മാപ്പിലെ നെറ്റാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഇപ്പൊ പുതിയ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സിമ്മിലെ ഇപ്പൊ നമ്മൾ ഈ ഓൺലൈൻ പ്രോഗ്രാം തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇന്റർനെറ്റാണ്. അപ്പം ദൈവരാജ്യത്തോട് നമ്മളെ ചേർത്ത് വെച്ച് അങ്ങോട്ട് എത്തിക്കുന്ന നെറ്റ് ആണ് പരിശുദ്ധാത്മാവ്. ആ കണക്ഷൻ എപ്പോഴെങ്കിലും വിട്ടുപോയാൽ, ആ കണക്ഷൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വഴി തെറ്റിപ്പോകും. ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ ഇന്നോളം കടന്നുപോയ വഴികളിൽ പലപ്പോഴും വഴിതെറ്റിയത് ഈ നെറ്റ് നമുക്ക് ആയതുകൊണ്ടാണ്. ആത്മാവിന്റെ സ്വരം കേൾക്കാൻ, ആത്മാവ് പറയുന്നത് കേൾക്കാൻ പരിശുദ്ധാത്മാവ് ആദിമസഭയിൽ അപ്പസ്തലന്മാരോടൊക്കെ കൃത്യമായി അതിലേ പോവുക, അങ്ങോട്ട് പോകരുത് എന്നൊക്കെ കൃത്യമായി കൊടുത്തതുപോലെ, അവർക്കത് മനസ്സിലായതുപോലെ നമുക്കും മനസ്സിലാകാൻ ഈ ഒരു ആത്മ കണക്ഷനിൽ നിരന്തരം ജീവിക്കാൻ, അങ്ങനെ സ്വർഗമെന്ന അതിമനോഹരമായ ദൈവപിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ ഈ ആത്മാവ് ഈ ആത്മാവ് സഹായിക്കുന്ന ഏറ്റവും വലിയ സഹായകം അതാണ്. ഈ ഒരു നമ്മൾ യാത്ര ആരംഭിച്ച് ആ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് ഗൂഗിൾ ചേച്ചി നമ്മളെ സഹായിച്ചു. എങ്ങനെയാണ് സഹായിച്ചത്? ചേച്ചിയുടെ കഴിവും എടുക്കൊന്നുമല്ല, പകരം ആ നെറ്റാണ് ഇത് നമ്മളെയും അവരെയും തമ്മിൽ ചേർക്കുന്ന ഈ കണക്ഷൻ. അപ്പം നമുക്ക് പ്രത്യേകമായിട്ട് നമുക്കൊരു നിമിഷം കൂടി ഒന്ന് പ്രാർത്ഥിക്കാം.